സന്ദീപ് വാര്യരുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നാണ് പലരും സന്ദീപ് വാര്യരെ സ്നേഹിക്കുന്നവർ പറയുന്നത്, എതിരാളികളല്ല. കാരണം ഉദ്ഘാടനമൊക്കെ നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും അദ്ദേഹം പോകുന്നുണ്ട്, വലിയ വരവേൽപ്പൊക്കെ കിട്ടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. ഇപ്പോൾ അൽ വാര്യർ എന്നൊക്കെയുള്ള ട്രോളുകൾ പുറത്തു വരുന്നുണ്ട്. ജയശങ്കർ അതികഠിനമായി അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. പ്രച്ഛന്ന വേഷ വീരശ്രീ സന്ദീപ് വാര്യർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ സന്ദീപ് വാര്യർ പ്രധാനമന്ത്രിയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്തു. പ്രധാനമന്ത്രിയൊക്കെ ഓർമ്മിക്കാൻ നീ ഏത് വേട്ടാളിയനാടാന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്, നമ്മളല്ല. സത്യത്തിൽ സന്ദീപിനെ കോൺഗ്രസ് പറ്റിച്ചോ? അല്ല, സന്ദീപിനെ കോൺഗ്രസ് പറ്റിച്ചോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തത് കാര്യം, അദ്ദേഹത്തിന് പല അർത്ഥങ്ങളും സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ പ്രാർത്ഥനയ്ക്കിടയായി മനസ്സിലാവാറില്ല. അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആ സ്ഥാനം എവിടെ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അല്ല, KPCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കാമെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി ജനങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, സന്ദീപ് വാര്യരോട് ഇത്തരം ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അത്തരത്തിലൊരു കാര്യവും യഥാർത്ഥത്തിൽ അങ്ങനെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് എന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ പ്രതികരണം വന്നിട്ടില്ല. സന്ദീപ് വാര്യരുടെ ഭാഗത്ത് അങ്ങനത്തെ ഒരു പ്രതികരണം വന്നിട്ടില്ല. ഒന്ന്. ഇനി രണ്ടാമത്തത്, അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലേ? വന്ന് കയറിയ പാട് കൊടുക്കാമെന്നല്ലല്ലോ. അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താ? പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സമയത്ത് ഇത് കൃത്യമായി പരിഗണിക്കാം എന്നാണ് അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പുനഃസംഘടന കേരളത്തിൽ നടന്നിട്ടില്ല, ഇപ്പോൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. 2025 കോൺഗ്രസിനെ വിശാലമായി ശക്തിപ്പെടുത്താനുള്ള തീരുമാനമുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ വലിയ ജാഥകൾ നയിച്ച് റാലികൾ നടത്തി കോൺഗ്രസിന്റെ അടിത്തറ ബലപ്പെടുത്താനുള്ള ഒരു തീരുമാനം അഖിലേന്ത്യാ തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് അഖിലേന്ത്യാ തലത്തിൽ തീരുമാനം എടുക്കുമ്പോൾ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അടുത്തൊരു ഭരണം UDF-നാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്നുള്ളതിലൊരു തർക്കവും വേണ്ട എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനില്ല, ആൾട്ടർനേറ്റീവ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കോൺഗ്രസ് കൃത്യമായി ഇവിടെ പ്രവർത്തിക്കും എന്നുള്ളതും ആ ഒരു സമയത്ത് സന്ദീപ് വാര്യർക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സന്ദീപ് വാര്യർ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഗൾഫ് രാജ്യത്ത് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ നിന്ന് ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു. ഗൾഫിൽ പോയ ആളുകൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അതായത് ഗൾഫിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ടൂറിസ്റ്റ് വിസയിൽ പോകുമ്പോഴോ മറ്റ് ഏത് തരത്തിൽ വിസയിൽ പോകുന്ന സമയത്തും അവിടെയുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി അവിടെ തലയിൽ അവരുടെ ഒരു വസ്ത്രം അണിയുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. ഇവിടേക്ക് വരുന്ന എത്രയോ മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകൾ ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ മുണ്ടുടുത്തുകൊണ്ട് ഇതിലൂടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതൊക്കെ നമ്മുടെ സംസ്കാരത്തെ അല്ല, മുണ്ടുടുക്കാൻ നടക്കണമെന്നല്ല പറയുന്നത്. ഇപ്പം സായിപ്പന്മാർ എങ്ങനെയാണ് നടക്കുന്നത്? സായിപ്പന്മാർ മുണ്ടുടുത്താണോ തന്നെ നടക്കുന്നത്? അല്ല, അവർ നിക്കറിട്ടല്ലേ നടക്കുന്നത്. അവർ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മുണ്ടുടുത്ത് നടക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. നാട്ടിൽ പോയ അങ്ങനെ പറയൂ എന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് പോയ ഉടനെ അറബിയിലെ വേഷം ധരിക്കണമെന്നൊന്നും ആരും അറബി വേഷം ധരിച്ചില്ലല്ലോ. തലപ്പാവൊക്കെ കെട്ടിവെച്ചുകൊണ്ട് അറബി വേഷവും തലപ്പാവും രണ്ടാണ്. കാരണം അവിടെ പോകുന്ന ഏതൊരു മനുഷ്യനും ഫോട്ടോ എടുത്തിടുന്ന ഒരു രീതിയിൽ മാത്രമാണ് സന്ദീപ് വാര്യർ ചെയ്തിട്ടുള്ളൂ. ഈ പറയുന്ന തലയിലെ ആ ഒരു തലപ്പാവ് ധരിച്ചിട്ടുള്ളൂ. രണ്ടാമത്തത്, പ്രധാനമന്ത്രിയോട് ഉപമിക്കാൻ ഒക്കെ ആയോ സന്ദീപ് വാര്യർ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടൊരു മനുഷ്യനാണ് സന്ദീപ് വാര്യർ എന്നുള്ളതാണ് ഒന്നാമത്തെ. തെറ്റെന്ന് പറയുന്നത് വെറുപ്പിന്റെ നേതാവിന്റെ കൂടെയാണ് വേദി പങ്കിട്ടത്. അല്ല, മീൻസ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്തോ ആവട്ടെ, അദ്ദേഹം വെറുപ്പിന്റെ നേതാവോ, എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായമില്ല മോദിയെ പറ്റി. അദ്ദേഹം വെറുപ്പിന്റെ നേതാവാണെന്ന് സന്ദീപ് വാര്യർ പറയുന്നു, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് അനുസരിച്ച് അദ്ദേഹം അങ്ങനെ പറയുന്നു. പക്ഷേ മോദിയോടൊപ്പം വേദി പങ്കിട്ട ഒരു നേതാവ്, അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മറ്റു കാര്യങ്ങളിൽ സന്ദീപ് വാര്യരെ കൂട്ടി വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഉപമിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് രണ്ടും രണ്ട് ധ്രുവങ്ങളാണ്. അതല്ല ധന്യല്ല ഞാൻ പറഞ്ഞത് അതിന് അങ്ങനെ ചോദിച്ചല്ലോ. ഈ പ്രധാനമന്ത്രിയെയും സന്ദീപ് വാര്യരെയൊക്കെ ഉപമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചല്ലോ. മറ്റുള്ള പല ആളുകളും ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉപമിക്കുന്നത് ചോദിച്ചു. സന്ദീപ് വാര്യരോട് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ പല കാര്യങ്ങളിലും സന്ദീപ് വാര്യരും നരേന്ദ്രമോദിയും തമ്മിലൊന്നും ഉപമിക്കാൻ പറ്റില്ല. പക്ഷേ ബേസിക്കലി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഭരണഘടന കൊടുക്കുന്ന എല്ലാ അവകാശങ്ങളും പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും സന്ദീപ് വാര്യർക്കും ഒരുപോലെ തന്നെയാണ്. അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയെങ്കിലും പുറമെ വെറുപ്പിന്റെ നേതാവാണ് മോദി എന്ന് പറയുന്നെങ്കിലും മോദിയെ മനസ്സുകൊണ്ട് ഇപ്പോഴും സന്ദീപ് വാര്യർ ആരാധിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ ധരിച്ചാൽ അതിൽ തെറ്റി പറയാൻ കഴിയില്ല. അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ അദ്ദേഹം. RSSന്റെയോ BJPയുടെയോ നേതാവ് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പക്ഷേ രാഹുൽ ഗാന്ധിക്ക്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് മോദി. അത് രാഷ്ട്രീയപരമായി മാത്രമാണ്. വ്യക്തിപരമായി മോദി ഇഷ്ടമില്ലാത്ത പ്രശ്നമുണ്ടോ?
പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മോദിയെ രാഹുലിന് ഇഷ്ടമില്ലാത്ത പ്രശ്നമില്ലല്ലോ. അതായത് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് രാഹുൽ പ്രധാനമന്ത്രിയെ ബഹുമാനിക്കാതിരിക്കുകയോ പ്രധാനമന്ത്രിയോട് ഏതെങ്കിലും തരത്തിൽ ബഹുമാനം കാണിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്ന കാര്യമല്ല. ചായ് വാല എന്നൊക്കെ വിളിച്ചത് പൊളിറ്റിക്സ് ആണ്. പക്ഷെ പ്രധാനമന്ത്രി പദത്തിന് കൊടുക്കേണ്ട ബഹുമാനം എപ്പോഴും പ്രധാനമന്ത്രി പദത്തിന് കൊടുക്കുന്ന പദവിയാണ്. അതായത് നമ്മൾ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമ്മൾ എന്തൊക്കെ വിളിക്കുന്നുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ ഇവിടെ ഇരുന്ന് പാർത്ഥനെ മിസ്റ്റർ പാർത്ഥ എന്ന് വിളിച്ചില്ല എന്നാണ് പല പാർത്ഥനോട് ഇഷ്ടമുള്ള പല ആളുകൾക്കും സങ്കടം. നിങ്ങൾ അത് മനഃപൂർവ്വം ഒടിച്ച കമന്റ് അല്ലേ എന്നതാണ് എന്റെ സംശയം. അല്ല, അത് പാർത്ഥനെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് വളരെ ബഹുമാനമില്ലാതെയാണ്. മിസ്റ്റർ പാർത്ഥ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യൂ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഒരു മാധ്യമ പ്രവർത്തകനെ മിസ്റ്റർ പാർത്ഥ എന്ന് വിളിച്ച് ഞങ്ങളുടെ രീതിയിൽ മാധ്യമ രംഗത്ത് അഭിസംബോധന ചെയ്യാറില്ല. അതുകൊണ്ടാണ് പാർത്ഥ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട മൊട്ടത്തലയ പാർത്ഥ എന്ന് വിളിച്ചാൽ പാർത്ഥൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ ഞാൻ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. വ്യക്തിപരമായി, ചിലപ്പോ വ്യക്തിപരമായി നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്ത് ഞാൻ വിളിക്കും എടാ പൊട്ടത്തലയാന്ന്. അല്ലാണ്ട് മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഓപ്പോസിറ്റ് എൻ്റെ കൂടെ ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ താങ്കളുടെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ താങ്കളെ എടാ മൊട്ട പാർത്ത എന്ന് വിളിച്ചാൽ അത് മോശമായ കാര്യം തന്നെയാണ്. ഇതിനേക്കാൾ നല്ലത് വിളിക്കുന്നതായിരുന്നു എന്നാണ്. എന്തായാലും അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഈ പൊളിറ്റിക്കലി ഒരു പ്രധാനമന്ത്രിയോട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചായ് വാല എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത്? അഭിമാനത്തോടു കൂടി പറഞ്ഞു, ഞാൻ ഒരു ചായ കച്ചവടക്കാരനായിരുന്നു, ചായ് പേ ചർച്ച അദ്ദേഹം നടത്തി. അങ്ങനെ വന്ന ഒരാളോട് ചായ് വാല എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിക്കോ പ്രധാനമന്ത്രിയോ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എങ്ങനെയാണ് വരുന്നത്? അദ്ദേഹം വിളിച്ചത് എന്നുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി എവിടെയും ആർജവത്തോടെ പറയും ഞാൻ ചായ് വാല എങ്ങനെയാണ് ആക്ഷേപമാവുന്നത്? ആയിരുന്നത് ചായ് വാല എന്ന വാക്ക് എങ്ങനെയാണ് ആക്ഷേപമാവുന്നത്? പക്ഷെ രാഹുൽ ഗാന്ധി അന്നത്തെ പ്രസംഗമൊക്കെ വൈറലായിരുന്നു, ഉൾപ്പെടെയുള്ളത് അധിക്ഷേപിച്ചു. ഇപ്പൊ പാർത്ഥൻ കോൺഗ്രസ് സ്നേഹം കാണിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കൂടെ മനസ്സിലാക്കിയിട്ട് വേണം കോൺഗ്രസ്. അതെ, എനിക്ക് കോൺഗ്രസിനോട് ഭയങ്കര സ്നേഹമാണ്. അതെ, എനിക്ക് കോൺഗ്രസിനോട് ഭയങ്കരമായ സ്നേഹമാണ്. അത് എൻ്റെ പല നമ്മൾ തമ്മിലുള്ള ചർച്ചകൾ തന്നെ കണ്ടാൽ കൃത്യമായി മനസ്സിലാവും. ഞാനിവിടെ കോൺഗ്രസ് സ്നേഹമൊന്നുമല്ല പറയുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ പൊളിറ്റിക്കലി അവർ തമ്മിൽ പല ഏറ്റുമുട്ടലുകളും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കുറച്ചുകൂടി പക്വത കാണിക്കുകയും കുറച്ചുകൂടി മറ്റു പ്രതിപക്ഷ പാർട്ടികളെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. BJPയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നല്ലൊരു നേതാവിനെ, വളരെ പക്വമായി സംസാരിക്കുന്ന, വളരെ ആളുകളെ ഭംഗിപൂർവ്വം കൈകാര്യം ചെയ്യാൻ അറിയുന്ന, ബഹുമാനത്തോടെ ചേർത്ത് പിടിക്കാൻ അറിയുന്ന ഒരു നേതാവാണ്. അത്തരം പക്വതയൊന്നും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി. അതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുമ്പോൾ പോലും തലയിൽ വെച്ച് കൊടുക്കുന്നത് ഒന്നാണ് എന്ത്? ഈ പറയുന്ന തലപ്പാവ് എന്നുള്ളത്. അങ്ങനെ ഒരു അറബി സ്നേഹമൊക്കെ കാണിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ അറബികളെ അങ്ങ് മൊത്തം ഏറ്റുവാങ്ങാനൊക്കെ ആണെങ്കിൽ നരേന്ദ്രമോദി എന്തിനാണ് ഈ പറയുന്ന തലപ്പാവ് ഏറ്റുവാങ്ങേണ്ടത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതുപോലെ തന്നെ ഏതൊരു മനുഷ്യനും അവിടേക്ക് പോകുമ്പോൾ വാങ്ങി വെക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് ഈ തലപ്പാവ്. അതിനെ മതവുമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാവ്യ ഉടുക്കുന്ന ആളുകളെല്ലാം സംഘികളാണ് എന്ന് പറയുന്ന നിലപാടുണ്ട്. അതിനോട് തന്നെ യോജിക്കുന്നുണ്ടോ? കാവ്യ ഉടുക്കുന്ന ആളുകളെല്ലാം സംഘികളാണോ? ആ ഒരു വലിയൊരു കട്ട കമ്മി കാവ്യ എടുത്തോണ്ട് നടക്കുന്നത്. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഈ കാവ്യ വസ്ത്രം ധരിക്കുന്നവരെല്ലാം കമ്മികളാണ്, കുറി തൊടുന്നവരെല്ലാം സംഘികളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നെറേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അത്തരം നെറേഷനുകളല്ല ഇവിടെ വേണ്ടത് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെച്ചത് സന്ദീപ് വാര്യർ. ഇപ്പോൾ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട്, അദ്ദേഹത്തിൻ്റെ ഇപ്പം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ധന്യ ഒരാൾ പൊളിറ്റിക്കൽ നിലപാടിൽ നിന്ന് മാറി മറ്റൊരു പൊളിറ്റിക്സിലേക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ആദ്യം കുറ്റം പറയേണ്ടത് ആരെയാ? ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയല്ലേ? കോൺഗ്രസിൽ നിന്ന് മാറിക്കൊണ്ട് BJPയിലേക്ക് എത്തുകയും BJPയുടെ കരുത്തനായ നേതാവായി മാറുകയും കോൺഗ്രസ്സുകാരെ പുറഞ്ചം തെറി പറയുകയും ചെയ്യുന്ന ഒരു നേതാവാണ് ഹിമന്ത ബിശ്വ ശർമ്മ. എനിക്ക് വളരെ ഇഷ്ടമുള്ള നേതാവാണ്. കാരണം അവിടെ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. അവർക്കില്ലാത്ത ഒരു കുറ്റം എന്താണ് സന്ദീപ് വാര്യർക്ക്? ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കോ നൂറുകണക്കിന് കോൺഗ്രസ് MPമാർക്കോ ഇല്ലാത്ത കുറ്റം ഇപ്പോൾ BJPയിൽ നിന്ന് കൊണ്ട് മുഖ്യമന്ത്രിമാരായി രാജസ്ഥാൻ്റെയും മറ്റ് പല സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരായിരിക്കുന്ന പലരെയും ചരിത്രമെടുത്ത് പരിശോധിച്ച കോൺഗ്രസ്സുകാരാണ്. അവർക്കൊന്നും ഇല്ലാത്ത ഒരു കുറ്റം സന്ദീപ് വാര്യർക്ക് മാത്രം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ അന്നും സന്ദീപ് വാര്യർ എതിർത്തത് ഒരു കാര്യത്തിൽ മാത്രമാണ്, പോയി അതിൻ്റെ പിറ്റേന്ന് തന്നെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്. എന്തായാലും അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനോടനുബന്ധിച്ച കാര്യങ്ങൾ പറയേണ്ടി വരും, അതിനോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും. അത് എല്ലാ മനുഷ്യനുമുള്ള ബേസിക്കലി ഉള്ള രാഷ്ട്രീയം കൊണ്ടു നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കെതിരെ അഭിപ്രായം ഉണ്ടാവും, ഞാൻ അതിനെ മാനിക്കുന്നു. തീർച്ചയായിട്ടും അൽ വാരിയർക്ക് ഇനിയും കളികൾ തുടരാം.